1982 മുതൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും മികച്ച സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പരിഗണിക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അഥവാ ഇത് തള്ളിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. അഥവാ മുസ്ലിം ലീഗിലെ ഒരു യുവ തലമുറ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ. കാരണം ബഹുജന പ്രസ്ഥാനത്തിൽ നിന്ന് മാറി മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കണം, ദേശീയ തലത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നു. BJP അധികാരത്തിൽ വരുന്നു, BJP മുസ്ലിങ്ങൾക്കെതിരായ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മുസ്ലിം ലീഗിന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ തലമുറ മുസ്ലിം ലീഗിൽ വളർന്നു വരുമ്പോൾ അപ്പോൾ അവർക്കൊരു ചാൻസ് കൊടുക്കണം. അവർക്ക് പാർലമെൻറ്റിലേക്ക് പോകണമെങ്കിൽ, അതുപോലെ നിയമസഭയിലേക്ക് പോകണമെങ്കിൽ മുസ്ലിം ലീഗിന് തീർച്ചയായും കൂടുതൽ സീറ്റുകൾ വേണം. അതുപോലെ മുസ്ലിം ലീഗ് കൃത്യമായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അഥവാ കോൺഗ്രസിൽ നിന്ന് ഭിന്നമായി, കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ പല നിലപാടുകളും മുസ്ലിം ലീഗിന് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരം നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് മുസ്ലിം ലീഗിന് സ്വന്തമായി MP-മാർ വേണം, അതുപോലെ നിയമസഭയിൽ MLA-മാർ വേണം. അപ്പോൾ ആ ഒരു ആവശ്യത്തെ മുൻനിർത്തിയാണ് മുസ്ലിം ലീഗ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ 3 സീറ്റ് വേണം എന്ന ഒരാവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. വയനാട് സീറ്റ് ഒരുപക്ഷെ ലഭിക്കുമെന്ന സാധ്യത വരെ ഉണ്ടായിരുന്നു. പക്ഷേ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി വരികയും അതിനെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായി മാറണം എന്നൊരാവശ്യം അണികൾ കൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണയോടെ കോൺഗ്രസിന് വിജയിച്ച് കയറാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കോൺഗ്രസ് ഇന്ത്യയിൽ പല ഭാഗത്തും കൂടുതൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ കോൺഗ്രസ്സിലുള്ള പല ആളുകളും വീണ്ടും BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കോൺഗ്രസ് പല സ്ഥലത്തും മത്സരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന സാധ്യത ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. അഥവാ 2019 അപേക്ഷിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറഞ്ഞതുകൊണ്ടും ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്നത് കൊണ്ട് CPM-ൻ്റെ പ്രാതിനിധ്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടും മുസ്ലിം ലീഗിന് ഇതൊരു അവസരമാണ്. അഥവാ തങ്ങളുടെ ആവശ്യങ്ങളെ കോൺഗ്രസിന് കൃത്യമായി പറയാനും അത് നേടിയെടുക്കാനും